ഹായ് ഓൾ, ഞാനിന്നിരിക്കുന്നത് നമ്മുടെ സൈലത്തിൻ്റെ ജെഇ ഹൈബ്രിഡ് ക്യാമ്പസ് തൃശ്ശൂരിലാണ്. അപ്പം എന്നോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ജെഇ ബാച്ചിലുണ്ടായിരുന്ന ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഹായ് ലക്ഷ്മി, നമ്മളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം കഴിഞ്ഞ വർഷത്തെ ജെഇ എക്സാമിന് നമുക്ക് എത്ര പെർസെന്റേജാണ് കിട്ടിയത്? 97.98. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു പെർസെന്റേജ് തന്നെയാണ്. അതായത് മോളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റില് അത്ര ഒരു പേഴ്സണൽ കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യം അല്ലേ? മോക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ തോന്നുന്നത് അത്ര ഒരു പേഴ്സണലൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ്? ഭയങ്കര സന്തോഷം, നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? ഓക്കെ, സന്തോഷമുണ്ട്. പിന്നെ അധികം സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റി. ഇനി നല്ലൊരു കോളേജ് കിട്ടുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ശരിക്കും മോൾക്ക് ചെറുപ്പം മുതലേ ഈ ഒരു ഫീൽഡിലേക്ക്, അതായത് ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ജെഇ എക്സാം, ഈ ജെഇ എക്സാം എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് മോള് കേട്ടിട്ടുള്ളത്? ഞാനൊരു 9ാം ക്ലാസ് ഒക്കെ ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവയർനെസ് കിട്ടി, കിട്ടി. ഗൈഡൻസ് ക്ലാസ്സുകളിൽ കൂടെയാണ് മോള് ജെഇയെ പറ്റി അറിയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ളൊരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നോ? എഞ്ചിനീയറിംഗ് എനിക്ക് സയൻസിനോടായിരുന്നു താല്പര്യം. അപ്പൊ അങ്ങനെ എഞ്ചിനീയറിംഗ് ഇഷ്ടമായി, അവിടുത്തെ പ്ലേസ്മെന്റിലേക്ക് അട്രാക്റ്റഡ് ആയി. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ച കസിൻസോ ആരെങ്കിലും ഒക്കെ മോളുടെ ഫാമിലിയിലോ ഉണ്ടായിരുന്നു? അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ സജഷൻസ് ചോദിച്ചു, ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് വന്നാൽ എന്തായിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും നല്ലൊരു പേഴ്സൻറ്റേജിൽ മോൾ വാങ്ങി അല്ലേ? ശരിക്കും ഈ ഒരു പേഴ്സൻറ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മോളെ ശരിക്കും എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ശരിക്കും ചെയ്തത്? നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ നല്ല നല്ല കൺസെപ്റ്റ് തന്നെ ആദ്യം ക്ലിയർ ചെയ്തു. എൻ്റെ ഒരു സ്ട്രാറ്റജി നല്ലോണം PYQ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ സാർമാരോടും ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചു, ക്ലിയർ ചെയ്തു. ഇപ്പൊ നമ്മുടെ ജെഇ ആസ്പിറൻസിന് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ശരിക്കും യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ട്. മോൾ ശരിക്കും NCERT ഒക്കെ ശരിക്കും ഫോക്കസ് ചെയ്തായിരുന്നോ? കെമിസ്ട്രി ചെയ്തിരുന്നു. മാത്സ് ജസ്റ്റ് ഈ എഴുത്ത് പരീക്ഷ സ്കൂളിലത്തെ എക്സാമിന് വേണ്ടി മാത്രം റെഫർ ചെയ്തിരുന്നുള്ളൂ. ഫിസിക്സും അതെ. കെമിസ്ട്രി ആണ് ജെഇക്ക് വേണ്ടി NCERT പഠിച്ച കെമിസ്ട്രി ആയിരുന്നു. ജെഇയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പേടി മാത്സ് അല്ലേ? മാത്സ് മെയിൻ ആയിട്ട്, മാത്സ് ആണല്ലോ നമുക്ക് എഞ്ചിനീയറിംഗിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ മാത്സ് ശരിക്കും പറഞ്ഞാൽ മോൾ എങ്ങനെയാണ് പഠിച്ചത്? ഫോർമുലയൊക്കെ എങ്ങനെയാണ് ഓർത്തിരിക്കാനും അങ്ങനെ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ മോൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ട്രിക്സ് ഒന്നുമില്ല, കാണപ്പെടാൻ പഠിച്ചു. എനിക്ക് പിന്നെ ഇഷ്ടമായിരുന്നു മാത്സ്. അപ്പോൾ നല്ലോണം പഠിച്ചു. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും. ശരി, അപ്പൊ ഈ ഒരു ജേർണിയിൽ, ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ സൈലം ശരിക്കും മോളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സൈലത്തിലെ ടീച്ചേഴ്സ് നല്ലോണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെന്റലി ആണെങ്കിലും കൺസെപ്റ്റ് ക്ലിയറിങ്ങിനാണെങ്കിലും പിന്നെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഒക്കെ നല്ലോണം എല്ലാം പറഞ്ഞു തന്നിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെറ്റീരിയൽസിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ DPPs അതിനെ പറ്റിയൊക്കെ നമുക്ക് എന്താ ശരിക്കും പറയാനുള്ളത്? LMRP ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു ലാസ്റ്റ് മിനിറ്റില്. പിന്നെ DPPs ഡെയിലി വരുന്നത് അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. മോള് ശരിക്കും എന്നും എല്ലാ ദിവസവും ഈ ഒരു DPPs അന്നും തന്നെ സോൾവ് ചെയ്ത പ്രോബ്ലംസ് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോയിരുന്നോ? ഇടയ്ക്കൊന്നും ബ്രേക്ക് വരുമായിരുന്നു, പക്ഷെ അത്യാവശ്യം സിസ്റ്റമാറ്റിക് ആവാൻ തന്നെ ശ്രമിച്ചിരുന്നു. ശരി, മോള് എല്ലാ ദിവസവും ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം ഇപ്പം നമ്മളുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൈബ്രിഡ് മോഡലിലേക്ക് വന്നു എന്നൊക്കെ നമ്മൾ മോള് കേട്ട് കാണുമായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് മോഡലാണോ അതോ നമ്മുടെ ഓഫ്ലൈനിൽ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം ആണോ, ഏതാ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മോക്ക് ഞാൻ ഇപ്പൊ കേട്ടപ്പോ തോന്നുന്നത്? ഹൈബ്രിഡ് നല്ലതാണ്. കാരണം നമ്മുടെ ഈ എൻട്രൻസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് സെൽഫ് ലേണിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് സെൽഫ് ലേണിംഗിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഈ ഹൈബ്രിഡിന് പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. അതെ, പിന്നെ നമ്മൾക്ക് ഈ നമ്മുടെ യൂട്യൂബിലെ നമ്മുടെ സീരീസുകളൊക്കെ മോൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ? കാണാറുള്ളത്. ശരിക്കും അതുകൊണ്ട് മോക്ക് ഗുണമായിട്ട് തോന്നിയത് എന്തായി? ശരിക്കും ഈ യൂട്യൂബിൽ ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ തരുന്നു, സ്പെഷ്യൽ ചാപ്റ്റേഴ്സിന്റെ മാത്രമായിട്ട് ചില ഫോക്കസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഈസി ചാപ്റ്റേഴ്സ് നമ്മൾ പറയും. നമുക്കറിയാം എല്ലാ ചാപ്റ്റേഴ്സ് നമുക്ക് ഭയങ്കര മുഴുവൻ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് 100% പഠിച്ചിട്ട് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള സീരീസുകളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും മോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം
ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് ഒരു ഇത്രയും കുട്ടികളുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമുക്ക് എടുത്ത് നമുക്ക് ക്ലിയർ ആക്കി നമ്മുടെ ടൈം കുറച്ചും കൂടെ ലാഭിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റിനെ പറ്റി എന്താ മോക്ക് പറയാനുള്ളത്? അത് മോക്ക് ടെസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ജെഇ എക്സാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രാക്ടീസിൽ മോക്ക് ടെസ്റ്റിന്റെ ഒരു റോളിനെ പറ്റി മോക്ക് എന്താ ശരിക്കും തോന്നുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs ചെയ്യുന്നത് അതിന് അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്നാലും നമ്മുടെ ഒരു നില നമുക്ക് ആ ഒരു മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സൈലത്തിൽ നിന്ന് GIBs ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറെ അറ്റൻഡ് ചെയ്ത് അതിന്റെ ഒരു പാറ്റേണും നമുക്ക് ഏതിനാണ് എനിക്ക് കുറവ്, ടൈം മാനേജ്മെന്റും എല്ലാം പഠിക്കും. ശരിക്കും നമ്മൾ ഒരു കോൺസെപ്റ്റ് എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഓഫ്ലൈനിൽ വീട്ടിൽ നിന്ന് നമ്മൾ എക്സാം ഒക്കെ എഴുതും അല്ലെ. പക്ഷെ GIB വരുമ്പോഴത്തേക്കിനും നമ്മൾ റിയൽ നമ്മുടെ JEE ഒരു പാറ്റേണിലേക്ക് നമ്മൾ പോകും. CBTയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് മോക്ക് തോന്നുന്നത്. പിന്നെ മോൾക്ക് എന്താണ് ഇപ്പൊ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്? അതായത് ഇപ്പോൾ JEE ആസ്പിറൻസിന്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോമ്പറ്റീഷനിലാണ് മോൾ ഇത്രയും ഒരു പെർസെന്റേജിൽ ശരിക്കും അച്ചീവ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന JEE ആസ്പിറൻസിനോട് മോൾക്ക് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ JEEയുടെ സാധ്യതകളെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോൾക്ക് എന്താണ് നമുക്കൊരു സജഷൻ കൊടുക്കാനുള്ളത്? നല്ലോണം പഠിക്കുക, ആത്മാർത്ഥമായിട്ട് 100% ട്രൈ ചെയ്യുക. പിന്നെ ഇത്രയും പിള്ളേരിൽ ആകെ ഒരു 1% പേർക്ക് കിട്ടുള്ളൂ. പക്ഷെ ബാക്കി 99% പിള്ളേർക്കും ഫുൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ 100% ആൾക്കാർക്ക് നല്ല തിളങ്ങാനുള്ള ഒരു ലോകമാണ് ഇവിടെ. സിസ്റ്റമാറ്റിക് ഒരു പഠനവും വേണം. അതുപോലെ തന്നെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിന് ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയും വേണം. നമുക്കൊരു മെന്റർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് എവിടെയാണെന്നോ അല്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഒരു മെന്റർഷിപ്പ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അതിനൊരു നല്ലൊരു പ്ലേസും മോക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ മോക്ക് ശരിക്കും ഇനി എന്താ മുന്നോട്ട് പോകുമ്പം ഏത് കോഴ്സിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഒരു JEE സ്കോർ വെച്ചിട്ട് മോക്ക് എന്തിലേക്ക് പോകണം എന്നാണ് ശരിക്കും ആഗ്രഹമുള്ളത്? എനിക്കിപ്പോ ഞാൻ റിസർച്ച് സയൻസ് നോക്കുന്നുണ്ട്. അതല്ലെങ്കിൽ NITയിലും ഞാൻ കോഴ്സുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൗൺസിലിംഗ് ഒക്കെ വന്ന് പ്ലേസ്മെന്റ് ഒരു സീറ്റ് നോക്കണം. ഓക്കെ, അപ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു ജേർണിയെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ ഇനിയും വരാൻ പോകുന്ന ആസ്പിറൻസിനും ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തന്നെ തോന്നുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ലക്ഷ്മിയുടെ ഫ്യൂച്ചറിലോട്ടുള്ള ജേർണിയിലെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.